നമ്മൾ എടുത്തത് ചാപ്റ്ററുകളായിരുന്നു. ഇതുവരെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ 2 ചാപ്റ്ററുകൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ഒരു ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഗ്രാമർ പോർഷൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. എങ്ങനെയാണ് നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ള കാര്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെ തുടക്കം കുറിക്കുകയാണ്. ഈ ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം ഇവിടെ ചെയ്യുന്ന വർക്കും അതുപോലെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങളും എന്ത് ചെയ്യണം, നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളൊരു ഭാഷ പഠിച്ചാൽ മാത്രമേ ആ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ പറ്റുള്ളൂ. എക്സാമിന് നമ്മളിപ്പോ എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്താണ്, നമുക്ക് ആ ഭാഷ എഴുതാനും വായിക്കാനും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ആ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുഖകരമായ രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പോർഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഇന്ന് മുതൽ അങ്ങോട്ട് എടുക്കാൻ പോകുന്ന 2 ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ 3 ക്ലാസ് ഉണ്ടാവും. ആ 3 ക്ലാസ് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തത് ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഇതിൽ ബേസിക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ച സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി തന്നിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ആരെ ക്ലാസ്സിൽ ഇപ്പൊ കുട്ടികളുണ്ടല്ലോ അല്ലെ? ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് എടുത്തത്? ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാല് ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. ഹിന്ദി ഭാഷയിൽ ടോട്ടൽ 49 അക്ഷരങ്ങളാണുള്ളത്. അതായത് ഇവിടെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ടോട്ടൽ 49 അക്ഷരങ്ങൾ. ഈ 49 അക്ഷരങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിക് കാര്യമാണത്. അതായത് 2ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഒന്നിന്റെ പേരാണ് സ്വർ എന്ന് പറയുന്നത്, അതായത് സ്വരം. സ്വരാക്ഷരങ്ങളുടെ ഹിന്ദിയാണ് സ്വർ എന്ന് പറയുന്നത്. സ്വർ. അതിന്റെ എണ്ണം എത്രയാണ്? 13 എണ്ണം. 49 13ആയി. 2ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. ഒന്നിന്റെ ഭാഗത്തിന്റെ പേര് സ്വർ, മറ്റേ പേരാണ് വ്യഞ്ജൻ. വ്യഞ്ജനാക്ഷരങ്ങൾ. ഹിന്ദി ഭാഷയിലെ അക്ഷരങ്ങൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നിന്റെ പേര് സ്വരം, മറ്റൊന്നിന്റെ പേര് വ്യഞ്ജനം. ടോട്ടൽ 49 അക്ഷരങ്ങൾ. ടോട്ടൽ എന്നുള്ളതിന്റെ ഹിന്ദിയാണ് കുൽ. കുൽ 49 അക്ഷരങ്ങളാണ് ഹിന്ദി ഭാഷയിലുള്ളത്. അത് നമ്മൾ 2ആയി തരംതിരിച്ചു. ഒന്നിന്റെ പേര് സ്വർ എന്നാണ്, അതായത് സ്വരം. രണ്ടാമത്തിന്റെ പേര് വ്യഞ്ജനം, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ. എത്ര എണ്ണാണ്? 49 13 പോയാൽ 36 അക്ഷരങ്ങളാണ്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അതിന്റെ അക്ഷരങ്ങളും അതിന്റെ എണ്ണം ഇത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. അപ്പൊ ഹിന്ദിയിൽ എത്രയാണ്? 49 അക്ഷരങ്ങളാണ് ടോട്ടൽ. അതിനെ 2ആയി തരംതിരിച്ചു. ഒന്നിന്റെ പേര് സ്വരം എന്നും രണ്ടാമത്തെ വ്യഞ്ജൻ എന്നും. സ്വർ 13 എണ്ണം, വ്യഞ്ജൻ 36 എണ്ണവുമാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്? ഈ അക്ഷരങ്ങളുടെ എണ്ണം അറിഞ്ഞിരിക്കും. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭാഷ പഠിക്കാൻ വേണ്ടി എഴുതാനും വായിക്കാനൊക്കെ തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ ഇതിൽ ഇത്രയും ഈ 13 സ്വരങ്ങൾ ഏതൊക്കെയാണ്, ബാക്കിയുള്ള വ്യഞ്ജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞു തരുന്നത് മാത്രം. ഇനി നമ്മൾ ഗ്രാമർ പോർഷനിലേക്ക് കടക്കാം. നമുക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടോ പ്രയാസമുള്ള കുട്ടികളുണ്ടെങ്കിൽ പറയണം. എന്നാലും നമുക്ക് ഈ ഭാഗം ഒന്ന് ഡീപ്പായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓരോ അക്ഷരങ്ങള് അതിന്റെ വള്ളിയും പുള്ളിയും എല്ലാം നമ്മൾ തരംതിരിച്ച് പഠിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ 9ാം ക്ലാസ്സിലെ കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതെല്ലാം എഴുതി പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ എഴുതാനും വായിക്കാനും നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, കുറച്ച് ഡീപ്പായിട്ടുള്ള ഭാഗത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കണം. ഓ, കാണുന്ന ബോർഡ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യം എന്ത് ചെയ്യുന്നു? ക, കി, കെ എന്ന് പറഞ്ഞ സംഭവം കുറച്ച് എഴുതി തന്നിരുന്നു. ക, കി, കെ.
അതുപോലെ തന്നെ വേറെ എന്ത് ചെയ്യുന്നു? മേ എഴുതി തന്നു, സേ എഴുതി തന്നിരുന്നു. മേന്റെ അർത്ഥം എന്ത് ചെയ്യുന്നു? ഓർമ്മ ഉണ്ടോ? മേയുടെ അർത്ഥം എന്താന്നല്ലേ? ഇൽ. മേയുടെ അർത്ഥം ഇല്ലായിരുന്നു. അതുപോലെ പർ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ല എന്നായിരുന്നു. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം എന്ത് ചെയ്യുന്നു? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഞാൻ പറയാം. എന്തായിരുന്നു മേയും പറും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ അവിടെ എഴുതേണ്ട, അപ്പോഴേക്കും നിങ്ങൾ പറയാം. അറിയില്ലേ? മേയും പറും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നു? മേ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഉള്ളിലാകുമ്പോൾ, ഉദാഹരണം കീശയിൽ എന്ന് പറയുമ്പോൾ കീശയുടെ ഉള്ളിലാണുള്ളത്. ഏതൊരു വസ്തു ഇതിന്റെ ഉള്ളിലാണെങ്കിൽ അതിൽ മേ എന്ന് ഉപയോഗിക്കണം. ഉദാഹരണം കീശയിൽ, ജേബ് മേ. അതേ സ്ഥാനത്ത് റോഡിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ? റോഡിന്റെ മുകളിലാണ് വസ്തുക്കൾ ഉണ്ടാവുക. അപ്പോ റോഡ് പർ എന്നാ വരില്ല. ഒരു വസ്തുവിന്റെ മുകളിലാണെങ്കിൽ പർ എന്നും, ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ മേ എന്നും യൂസ് ചെയ്യും. അതാണ് ഇവിടെ മേയും പറും തമ്മിൽ വ്യത്യാസം. രണ്ടിന്റെ അർത്ഥം സെയിം ആണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ മേ എന്നും, ഒരു വസ്തുവിന്റെ പുറത്താണെങ്കിൽ പർ എന്നും ഉപയോഗിക്കണം. അപ്പൊ നിങ്ങളൊരു പോയിന്റ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. എന്താണ്? ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ മേ എന്നും യൂസ് ചെയ്യണം, ഒരു വസ്തുവിന്റെ പുറത്താണെങ്കിൽ പർ എന്നും യൂസ് ചെയ്യണം എന്ന് എവിടെയെങ്കിലും ഒരു പോയിന്റ് ആക്കി എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വേറെ കാര്യം എന്താണ്? സേ എന്ന് പറയുന്നത്. സേന്റെ അർത്ഥം എന്ത് ചെയ്യുന്നു? ഇൽ നിന്ന്, മുതൽ, കൊണ്ട്. ഈ ഇൽ നിന്ന് എന്ന് പറയുന്നത് എന്താണ്? ബസ്സിൽ നിന്ന്, കാറിൽ നിന്ന്, വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, അങ്ങനെയെല്ലാം പറയുന്ന ഇൽ നിന്ന് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുതൽ, സെയിം അർത്ഥം തന്നെ മുതൽ. ഇൽ നിന്ന് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു വസ്തു എന്നാണ്, അവിടെ മുതൽ എന്നാണ് അർത്ഥം. അതേ അർത്ഥം വരുന്നത്. വീട് മുതൽ, സ്കൂൾ മുതൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മുതൽ, കട മുതൽ, അങ്ങനെയൊക്കെ പറയുന്ന മുതലാണ് വരുന്നത്. കൊണ്ട്, മൂന്നാമത്തെ ഇത് വരുന്ന കൊണ്ട്. ഈ കൊണ്ട് എന്ന ഇത് വരുന്നത് നമ്മൾ ഈ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമറുടെ. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത്. കാരണം, എന്തെന്നാൽ എന്നൊക്കെ മീനിങ് വരൂലേ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് സേ എന്നുള്ളത്. അത് ആ സമയത്ത് വരുമ്പോൾ പറഞ്ഞുതരാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അത് സ്റ്റാർട്ടിങ്ങിൽ. ഇത് ഓർത്തു വെക്കുക. എന്താണ്? ഇൽ നിന്നെന്നും മുതൽ എന്ന അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ തക്ക് എന്ന വാക്കിന്റെ എന്താ അർത്ഥം പറഞ്ഞത് ഓർമ്മയുണ്ടോ? തക്ക്, വരെ. ഓക്കെ, ഗുഡ്. വരെ. തക്ക് എന്ന് പറയുന്നത് വരെ എന്ന അർത്ഥം വരുന്നു. അപ്പൊ ഈ രണ്ടും എപ്പോഴും ഒരുമിച്ച് വരാറുണ്ട്, സേ എന്നും തക്ക് എന്നും. കാരണം എന്താണ്? ഒരു വസ്തുവിന് തുടങ്ങി കഴിഞ്ഞാല് അത് മുതൽ ആ വസ്തു അവസാനിക്കുന്നത് വരെ എന്നുള്ള വാക്ക്. അപ്പൊ ഈ സേയും മേയും ഒരുമിച്ച് ഒരുപാട് സാഹചര്യത്തിൽ, സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ കാര്യം ഓർത്തു വെക്കുക. പിന്നെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാത്ത ഭാഗം ഇനി എടുക്കാൻ പോകാൻ ശ്രദ്ധിക്കാം. ഹേ, ഹും, ഹോ. ഇതെന്താണ്? ഇതിന്റെ അർത്ഥം അറിയോ? ഹേ, ഹും, ഹോ. ആർക്കെങ്കിലും പിടുത്തുണ്ടോ? ഹേ, ഹും, ഹോ എന്ന ഈ മൂന്ന് വാക്കിനും അർത്ഥം വരുന്ന എന്തൊക്കെയാണ്? ആകുന്നു, ആണ്, ഉണ്ട് എന്നാണ്. ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്ന് മാത്രം. ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകുന്നു, ആണ്, ഉണ്ട് എന്ന് തന്നെ. ഹും എന്ന് വന്നു കഴിഞ്ഞാലും ആകുന്നു, ആണ്, ഉണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുന്നു, ആണ്, ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് തമ്മിൽ വ്യത്യാസം വരുന്നത്? ശ്രദ്ധിച്ചോളൂ. ഹേ എന്നത് അത് ഹുമ്മിൽ തുടങ്ങാം. നമ്മൾ ഇംഗ്ലീഷിലെല്ലാം പഠിക്കാറുണ്ട്. ഐ വെച്ച് ഒരു സെന്റൻസ് തുടങ്ങിയാൽ എന്തിൽ കണ്ടിന്യൂ ചെയ്യണം? ആം എന്നതില് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഇതുണ്ട്. ഐ ആം, ഐ വെച്ച് തുടങ്ങിയ ആം. കാരണം എന്താണ്? ഐന്റെ സ്വന്തമാണ് ആം എന്നുള്ള നമ്മള് ആദ്യം മുതൽ ഗ്രാമർ പഠിക്കുന്ന ചെറുപ്പം മുതൽ നമ്മള് മനസ്സിലാക്കി വെച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹിന്ദിയിലും അതുപോലെ തന്നെയാണ്. ഹിന്ദിയിൽ ഐ എന്ന് പറഞ്ഞ മേ എന്നാണ് അർത്ഥം. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ തുടങ്ങേണ്ടത് എന്താണ്? ഇതിൽ മൂന്നിൽ ഏതോ ഒരു അർത്ഥമുണ്ട്. ഐ ആം യൂസ് ചെയ്യുന്നത്
ആമിന് പകരമായിട്ട് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് എന്ത് ഹും എന്ന് പറഞ്ഞത്. അതായത് ഹും എന്ന് പറഞ്ഞാല് അതാണ് പറയുന്നത് മേ വെച്ചൊരു സെന്റൻസ് തുടങ്ങി കഴിഞ്ഞാൽ ഏത് പ്രകാരമാണോ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതുപോലെ ഹിന്ദിയിലും കണ്ടിന്യൂ ചെയ്യണം. അതിൽ ഇംഗ്ലീഷിൽ ഐക്ക് പകരം നമ്മൾ ഹിന്ദിയിൽ മേ യൂസ് ചെയ്യുന്നു, പിന്നെ ആമിന് പകരം എന്ത് യൂസ് ചെയ്യുന്നു ഹും എന്ന് യൂസ് ചെയ്യുന്നു. ഏതൊരു സെന്റൻസ് തുടങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കുക മേ വെച്ച് നമ്മളെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ മേ ഞാൻ വെച്ചത് ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അത് എപ്പോഴും അവസാനിക്കുന്നത് ഹുമ്മിലാണ്. കാരണം എന്താണ് 3 അർത്ഥങ്ങളുണ്ട്. ഹേ ഹും ഹോ 3 അർത്ഥങ്ങളുണ്ട് ആണ് ആകുന്നു ഉണ്ട് എന്ന് പറയും. പക്ഷെ അതില് നമ്മൾ മേ വെച്ച് തുടങ്ങിയാല് ഹും എന്ന ഇതില് അവസാനിപ്പിക്കണം. ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് ഈ ഹേ ഹും ഹോ എന്ന് 3 വാക്കില് ഈ ഹുമ്മിന്റെ പ്രത്യേകത വരുന്നത്. അടുത്ത ഹോന്റെ എന്താണ് യു. ഇംഗ്ലീഷിൽ നമ്മൾ യു നോക്കുമ്പോൾ നമ്മൾ ആറിൽ അത് കണ്ടിന്യൂ ചെയ്യും. യു ആർ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതുപോലെ ഹിന്ദിയില് യു തും എന്ന് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടത് ഹോലാണ്. കാരണം എന്താണ് ഇംഗ്ലീഷിൽ നമ്മൾ ഐ വെച്ച് തുടങ്ങുമ്പോൾ അത് ആമിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ യു വെച്ച് തുടങ്ങുമ്പോൾ അത് ആറിൽ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഹിന്ദിയിൽ എപ്പോഴും സെന്റൻസിന്റെ അവസാനത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണോ മലയാള സെന്റൻസ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഏതിലുള്ളത് ഹിന്ദിയിലുള്ളത്. ഉദാഹരണം രാജു പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മേ ജാ രഹാഹും, കണ്ടോ മേ വെച്ച് തുടങ്ങി ജാ രഹാഹും എന്നിൽ അവസാനിച്ചു. അതുപോലെ നീ എപ്പോൾ വരും തും കബ് ആവുങ്കെ, അല്ലെങ്കിൽ തും കഹാ ജാ രഹേ ഹോ നീ എവിടേക്കാ പോകുന്നത് എന്ന് പറയില്ലേ. അപ്പൊ തും വെച്ച് തുടങ്ങി തും കഹാം എവിടെ, പോകുന്നു ജാ രഹേ ഹോ ഹോയിൽ അവസാനിച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ 2 സന്ദർഭങ്ങൾ, അതായത് മേ ഞാൻ എന്ന് പറയുന്ന സന്ദർഭവും അതുപോലെ തന്നെ തും എന്ന് പറയുന്ന സന്ദർഭവും അല്ലാതെ ഏതൊരു സാഹചര്യത്തിൽ ഒരാളുടെ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തു എന്തിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഹേ എന്ന് യൂസ് ചെയ്യണം. അതായത് മേയും തുമ്മും അല്ലാത്ത വരുന്ന ഏതൊരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഹേ എന്ന് യൂസ് ചെയ്യും. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ രീതിയിൽ പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. ഇത് എഴുതിയിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, എഴുതിയെടുത്തിട്ടുണ്ടല്ലേ? ഞാൻ എഴുതുന്ന കൂടെ തന്നെ എഴുതിക്കൊണ്ടിട്ടോ സ്പീഡില്. നമുക്ക് കുറച്ചും കൂടി സ്പീഡ് ആക്കാം. ഇനി നമ്മൾ പറയാം കാക്കിക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞു. എന്തെന്നു ഇന്റെ യുടെ യുള്ള അല്ലെ എന്ന് പറയും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എഴുതുന്നുണ്ട്. ഉദാഹരണം രാജുവിന്റെ എന്ന് പറയുമ്പോ എന്തായിരിക്കും അതിൽ കാക്കി കേല് ഏത് പ്രത്യേകമായിരിക്കും ഉപയോഗിക്കുന്നത്? രാജുവിന്റെ എന്ന് പറയുമ്പോ അവിടെ ശ്രദ്ധിച്ചു നോക്കാം. രാജു നമ്മള് രാജു തന്നെയാണ് ഹിന്ദിയിൽ പറയാം. ഇന്ത്യക്ക് പകരം കൊണ്ട് യൂസ് ചെയ്യും കാക്കി കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഇത് ഈ കാക്കി കെ എന്നുള്ള പ്രത്യേകം അതായത് ഒരേ 3 വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഹേ ഹും ഹോ പഠിച്ചു, കാക്കി കെ പഠിച്ചു. പക്ഷെ ഇത് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് നമ്മളത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ആ സന്ദർഭം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് പരിശോധിക്കണം. ഉദാഹരണം രാജു എന്ന് പറയുന്നത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അതോ ബഹുവചനമാണോ? പുല്ലിംഗം. കാരണം എന്താണ് രാജു എന്ന് പറഞ്ഞത് ഒരു ബോയ് ആണ്, ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് അത് പുല്ലിംഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോ ഈ രാജു പുല്ലിംഗമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഇതിൽ ഏത് യൂസ് ചെയ്യണമെന്ന് ഒരു സംശയം വരും. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അവസാനത്തെ ഉച്ചാരണം നോക്കാം. ക എന്ന് പറയുന്നത് ആൽ അവസാനിക്കുന്നു, കി എന്ന് പറയുന്നത് ഈൽ അവസാനിക്കുന്നു, കെ എന്ന് പറയുന്നത് എ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്നു. ഇതില് പുല്ലിംഗം വരുമ്പോൾ ക യൂസ് ചെയ്യണം, സ്ത്രീലിംഗം വരുമ്പോൾ കി എന്ന് യൂസ് ചെയ്യണം, ബഹുവചനം വരുമ്പോൾ കെ എന്ന് യൂസ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള. ഒരു വാക്ക് പുല്ലിംഗമാണെങ്കിൽ ക എന്നും സ്ത്രീലിംഗമാണെങ്കിൽ കി എന്നും
ബഹുവചനമാണെങ്കിൽ കെ എന്ന് ഉപയോഗിക്കണമെന്ന്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഒരു വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മനസ്സിലാക്കുക? കാരണം എന്താ വെച്ചാൽ രാജു നമുക്ക് പൊതുവെ കേട്ടവരുടെ പേരാണ്. രാജു നമുക്ക് കേട്ടാൽ അറിയാം എന്താണ് രാജു ഒരു ആൺകുട്ടിയാണ്, അതുകൊണ്ട് പുല്ലിംഗാണെന്ന് പറയാം. പക്ഷെ നമ്മൾ അറിയാത്ത എത്രയോ വീടുകളില്ലേ? അത് എങ്ങനെ നമ്മളത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ബഹുവചനമാണോ എന്ന് മനസ്സിലാക്കാം? ജസ്റ്റ് ആ കാര്യം നോക്കാം നമുക്ക്. ജേബ് എന്ന് പറഞ്ഞ എന്താണ്? ജേബ് അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയില്ലേ? ഓക്കെ, ജേബ് എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഈ ജേബ് എന്ന വാക്ക് നമുക്ക് അറിയില്ല എങ്കിൽ പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട. അതെങ്ങനെയാണത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മനസ്സിലാക്കേണ്ട ഐഡിയ ആണ് പറയുന്നത്. ഇതിന്റെ അവസാനത്തെ ഉച്ചാരണം നോക്കാം. അക്ഷരമല്ല കേട്ടോ, ഒരിക്കലും അക്ഷരം നോക്കരുത്, ഉച്ചാരണം. ഉദാഹരണം ഇപ്പൊ നമ്മള് മാങ്ങ എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം ങ എന്നാ വരുന്നത്, പക്ഷെ എന്റെ ഉച്ചാരണം എന്താണ് വരുന്നത്? മാങ്ങ. ആ എന്നുള്ള ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്. ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ് പേന? പേന എന്ന് പറയുമ്പോൾ എന്താണ്? അക്ഷരം വരുന്നത് ന എന്നാണ്, പക്ഷെ ഉച്ചാരണം വരുന്നത് ആ എന്ന ഉച്ചാരണത്തിലാണ്. ആ ഉച്ചാരണമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഇതിൽ ജേബ് എന്ന് പറഞ്ഞതിൽ അവസാനിച്ചത് ബിലാണ്, ബ എന്ന അക്ഷരത്തിലാണ്, പക്ഷെ ഉച്ചാരണം എന്ന ഉച്ചാരണത്തിലാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ആ അതുപോലെ തന്നെ എന്നുള്ള എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണത്തിന് ചന്ദ്രക്കലയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ രണ്ട് ഉച്ചാരണങ്ങൾ വരുന്ന സമയത്ത് ആ വാക്കുകൾ എന്തായിരിക്കും? പുല്ലിംഗമായിരിക്കും. മനസ്സിലായോ? അതായത് ആ എന്നീ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കും? പുല്ലിംഗമായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ചോദിക്കാം, അത് നിങ്ങൾ പറയണം. ഞാൻ സ്ത്രീലിംഗം കൂടി പറയുന്നുണ്ട്, അതിന് ശേഷം ചോദിക്കാം. ആ എന്നീ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്ക് എന്തായിരിക്കും? പുല്ലിംഗമായിരിക്കും. അതുപോലെ സ്ത്രീലിംഗാണെങ്കിൽ എന്താ വരില്ല? ഈ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ എന്തായിരിക്കും? സ്ത്രീലിംഗമായിരിക്കും. ആ എന്നിവയിൽ അവസാനിക്കുന്ന വാക്കുകൾ, ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ പുല്ലിംഗവും, ഈ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായിരിക്കും. ഈ എന്ന് ഉച്ചരിക്കുന്നത് നമ്മൾ വള്ളിയില്ല, മലയാളത്തിൽ വള്ളി യൂസ് ചെയ്യല്ലോ, ഈ എന്നുള്ള വള്ളി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇതിൽ ഉദ്ദേശിക്കുന്ന മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന ആ, മലയാളത്തിൽ ഇപ്പോ ആ എന്ന് പറയുന്നത് നീട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യല്ലോ. ഇപ്പോ കാലം എന്നൊക്കെ എഴുതുമ്പോ കാലം എന്ന് യൂസ് ചെയ്യുമ്പോ ഈ ആ ഇല്ലേ, ഈ ഉച്ചാരണമാണ്. ആ ഉച്ചാരണം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ചന്ദ്രകല, ഈ എന്നുള്ളതിന്റെ നമ്മൾ വള്ളി ഇവിടെ ഇട്ടിട്ടുണ്ട്, വള്ളി. അപ്പൊ ഈ ഒരു കാര്യമാണ്, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നല്ലോണം മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു ഐഡിയ ആണ്. ഈ ഐഡിയ വെച്ച് മാത്രം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ 3 വാക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 4 വാക്കൊക്കെ വരില്ലേ, ഒരേ അർത്ഥത്തിന് മൂന്നോ നാലോ വാക്കൊക്കെ വരുന്ന സമയത്ത് അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണമെങ്കിൽ ഈ ഐഡിയ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മനസ്സിലാക്കാം. നമ്മൾ ആ കാര്യം പറഞ്ഞു. എങ്ങനെയാണ്? പുല്ലിംഗമാണെങ്കിൽ ആ വാക്കിന്റെ അവസാനത്തെ ഉച്ചാരണം, അക്ഷരമല്ല ഉച്ചാരണം, ആ അല്ലെങ്കിൽ ഇത് ആണെങ്കിൽ ഇത് പുല്ലിംഗവും, ഈ എന്നുള്ളതിലാണെങ്കിൽ സ്ത്രീലിംഗവുമായിരിക്കും. പുല്ലിംഗത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ കലം, കലം എന്നുള്ള വാക്കിൽ അവസാനിക്കുന്നതാണ്. കലം, കലം ഇവിടെ എന്നുള്ള വാക്കിലാണ് അവസാനിക്കുന്നത്, എന്നുള്ള ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്. കണ്ടോ? ചന്ദ്രകല. അതുപോലെ വേറെന്താണ്? ജേബ് എന്ന് പറഞ്ഞ ഉദാഹരണം. ജേബ് പറയുമ്പോ ബ് എന്നുള്ള ഉച്ചാരണത്തിലാണ് ഇവിടെ അവസാനിച്ചത്, ജേബ്. സ്കൂള്, നമ്മൾ എഴുതുന്ന സ്കൂള് എന്താണ് അവസാനിക്കുന്നത്? ഇൽ എന്നുള്ള ഉച്ചാരണത്തിൽ. അതായത് ചന്ദ്രകല എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പുല്ലിംഗത്തിന് ഉദാഹരണം. ഇനി ആലാണെങ്കിലോ? ആ എന്ന ഉച്ചാരണത്തിൽ അവസാനിക്കുന്നതിന്റെ ഉദാഹരണമാണെങ്കിലോ? കസബ. കസബ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങാടി എന്ന അർത്ഥം വരുന്നുണ്ട്. അതുപോലെ ലടുക്ക എന്ന് പറഞ്ഞത് ആല അവസാനിച്ചത്.
കണ്ടോ, ആ എന്നുള്ള ഉച്ചാരണത്തിലാണ് അവസാനിച്ചത്. ഇതും ആ എന്നുള്ള ഉച്ചാരണത്തിലാണ് അവസാനിച്ചത്. കസബ, ലഡ്ക, ഝഗഡ എന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ഹിന്ദിയിൽ. അങ്ങനെ ആ എന്നീ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ എന്തായിരിക്കും? പുല്ലിംഗമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക എന്തിലാണ് അവസാനിക്കുന്നത്? ആ എന്ന ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പുല്ലിംഗം വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മള് ഇന്റെ, യുടെ, യുള്ളാല് എന്നുള്ള അർത്ഥം വരുന്ന സമയത്ത് നമ്മൾ ഒരു ആ വാക്കില് ആ സെന്റൻസിൽ പുല്ലിംഗമാണ്. ഉദാഹരണം രാജുവിന്റെ എന്ന് പറയുമ്പോൾ രാജു പുല്ലിംഗമാണ്. അതുകൊണ്ട് നമ്മൾ ക യൂസ് ചെയ്യുന്നത്. അതാണ് അതിനുള്ള കാരണം. ഇനി ഈക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ലഡ്കി. ലഡ്കി അതിൽ അവസാനിക്കുന്ന ഉച്ചാരണം എന്താണ്? ഈ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് സ്ത്രീലിംഗം, പെൺകുട്ടി സ്ത്രീലിംഗമാണ്. അതുപോലെ തന്നെ ചടി. ചടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ചടി എന്ന വാക്കറിയോ നിങ്ങൾക്ക്? ചടി എന്ന് പറഞ്ഞാല് വടി എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ അവസാനത്തെ ഉച്ചാരണം നോക്കുന്നത് ഈലാണ് അവസാനിക്കുന്നത്. ഈയിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്? സ്ത്രീലിംഗമാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ഇതുപോലെ അനുസരിച്ചിട്ട് വരും. ഇനി നമ്മൾ സ്ത്രീലിംഗം പറഞ്ഞു, പുല്ലിംഗം പറഞ്ഞു. ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സ്ത്രീലിംഗം, പുല്ലിംഗം എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പൊ സ്ത്രീലിംഗം, പുല്ലിംഗം മനസ്സിലായി. ഇനി ബഹുവചനാണ്. ബഹുവചനത്തിൽ നമ്മൾ പറഞ്ഞു എ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അത് ബഹുവചനാണെന്ന് പറഞ്ഞു. എ ബഹുവചനാണ്. അതുപോലെ തന്നെ യാം എന്ന് പറയുന്നതും ബഹുവചനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓം എന്ന് ഉച്ചാരണത്തിൽ വന്നു കഴിഞ്ഞാലും എന്താണ്? ബഹുവചനാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്കിന്റെ അവസാനത്തെ ഉച്ചാരണത്തിലാണ്. ഇപ്പോ ലഡ്കിയാം എന്ന് എഴുതും. ലഡ്കിയാം പെൺകുട്ടികൾ. അതുപോലെ തന്നെ ബച്ചോം. ഇവിടെ ഓമില് ഓം കണ്ട, ഓം എന്ന ഉച്ചാരണത്തിലാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒറ്റ വാക്ക് മാത്രം യൂസ് ചെയ്യാം. അത് ശ്രദ്ധിക്കുക. ഇതെന്താ വായിക്ക? ബച്ച. ഇതില് അവസാനിക്കുന്ന എന്ത് ഉച്ചാരണത്തിലാണ്? ആ എന്ന് പറഞ്ഞ ഉച്ചാരണത്തിലാണ് അല്ലേ? ബച്ചി എന്ത് ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്? ഈ. ഓക്കെ, ഈയിലാണ്. ഇനി വരുന്ന ബഹുവചനങ്ങളാണ്. ബച്ചിയാം. ഇവിടെ എന്ത് ഉച്ചാരണത്തിൽ അവസാനിച്ചത്? ഉച്ചാരണം. അടുത്തത് ബച്ചേ. ബച്ച എന്ന് പറയുമ്പോൾ എന്ത് ഉച്ചാരണത്തിൽ അവസാനിച്ചത്? ഉച്ചാരണത്തിൽ അവസാനിച്ചത്. ബച്ചേ. ബച്ചേ ഏല അവസാനിച്ചത് ഉച്ചാരണത്തിൽ. അടുത്തത് ബച്ചോം. ഓമിലാണ് അവസാനിച്ചത്. ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ്? യാം, എ, ഓം. ഇത് മൂന്നും ബഹുവചനത്തെ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. അവസാനത്തെ ഉച്ചാരണം യാം ആണെങ്കിലും ബഹുവചനാണ്, എ ആണെങ്കിലും ബഹുവചനാണ്, ഓം എന്നാണെങ്കിൽ അതും ബഹുവചനാണ്. അതിന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ബച്ചിയാം യാമിൽ അവസാനിച്ചത്, അതുപോലെ തന്നെ ബച്ചേ ഏൽ അവസാനിച്ചത്, ബച്ചോം ഓമിൽ അവസാനിച്ചത്. പക്ഷെ ഇത് മൂന്നും മൂന്ന് തരത്തിലാണ്. അതായത് ഒരിക്കലും ഒരു വാക്ക് ഉണ്ടാക്കുമ്പോൾ മൂന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മളിവിടെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നോക്കേണ്ടത്. പുല്ലിംഗം വരുന്നതിന്റെ ബഹുവചനാണ് വരുന്നത് എന്താണ്? എ എന്ന് വരുന്നത് പുല്ലിംഗം. ഉദാഹരണം
ആൺകുട്ടികൾ എന്ന് വരുമ്പോ ആൺകുട്ടികൾ വന്നു അല്ല ആൺകുട്ടികൾ നടന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്തായത് ബച്ചെ ആയെ എന്ന് വരുന്നത്. ബച്ചെ ആൺകുട്ടികൾ വരുന്നത്. ആ സ്ഥാനത്ത് പെൺകുട്ടികളാ വരുന്നതെങ്കിൽ ബച്ചിയാം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, പുല്ലിംഗത്തിൽ തന്നെ ബഹുവചനം വരുമ്പോൾ തന്നെ 3 അർത്ഥം വരുന്നുണ്ട്. പക്ഷെ അതിൽ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അവസാനത്തെ ഉച്ചാരണം നോക്കിയിട്ടാണ്. പുല്ലിംഗത്തിന്റെ ബഹുവചനമാണ് ബച്ചെ എന്നുള്ളത്. അത് എ എന്നുള്ള ഉച്ചാരണം വരും. ഉദാഹരണം ആൺകുട്ടി, ആൺകുട്ടികൾ. ആൺകുട്ടി പറയുമ്പോൾ ലടുക്ക, ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ലടുക്കെ എന്ന് വരുന്നത്. കാരണം പുല്ലിംഗത്തിന്റെ ബഹുവചനമുണ്ട്. അതുപോലെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ലടുക്കി, അതിന്റെ ബഹുവചനം എന്താ വരുന്നത് ലടുക്കിയാം. ഇവിടെ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം വരുന്നു. ഇനി ഓം എപ്പോഴാണ് വരുന്നത്? മിക്സ്ഡ് ആയിട്ട് വരില്ലേ. ഉദാഹരണം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ ആൺകുട്ടികൾ ഉണ്ടാകും, പെൺകുട്ടികൾ ഉണ്ടാകും. ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ്ഡ് ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓം എന്ന് യൂസ് ചെയ്യും. ഉദാഹരണം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കക്ഷാക്കെ ബച്ചോം എന്ന വരില്ല. അവിടെ ഒരിക്കലും ബച്ചിയാം എന്ന് വരില്ല, ബച്ചേ എന്നും വരില്ല. കാരണം എന്താണ്? ബച്ചിയാം എന്ന് പറഞ്ഞ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ബച്ചിയാം എന്ന് വരുള്ളൂ. അവിടെ ക്ലാസ്സിലാകുമ്പോൾ പൊതുവെ എല്ലാവരും ഉണ്ടാവും, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. ആ സ്ഥാനത്ത് ബച്ചെ ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബച്ചെ ഈ വാക്ക് യൂസ് ചെയ്യും. പക്ഷെ അവിടെ എന്താണ്? ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബച്ചോം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയ നിങ്ങൾക്ക് എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയിട്ടില്ല ഞാൻ പറയണോ? കാരണം ഇത് 1-2 തവണ പറയേണ്ടി വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ഐഡിയ, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. 2-3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കാം കേട്ടോ. അതിനു മുൻപ് ഞാൻ 2-3 അർത്ഥങ്ങൾ എഴുതി, അതായത് സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിലാണ്. നമ്മൾ കുറച്ച് എഴുതിയെടുത്തു, അതിന്റെ ബാക്കി ഥ ഥി ഥേ. ഇതിന്റെ അർത്ഥം ആയിരുന്നു, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇതിലൊരു ചോദ്യം, ഇതില് ഥ എന്ന് പറയുന്നത് ഥ ഥി ഥേ എന്ന് പറഞ്ഞു. അതില് രാജു ആയിരുന്നു എന്നെങ്ങനെ പറയും? രാജു ആയിരുന്നു എന്നെങ്ങനെ പറയും? രാജു ആയിരുന്നു എന്നെങ്ങനെ പറയും? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ആൻസർ പറയാ. എന്താണ്? രാജു ആയിരുന്നു. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാം. പുല്ലിംഗം, സ്ത്രീലിംഗം, രാജു ഥ. എല്ലാവരും അത് തന്നെയാണ് ആൻസർ. രാജു ഥ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ കൂടി പറയാം. രാജു ഥ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. രാജു ഥി. വേറൊരാള് രാജു ഥി എന്ന് പറയുന്നുണ്ട്. രാജു ഥ ഒരാള്. രാജു ഥേ, അതാണ്. അപ്പൊ നിങ്ങൾ അതാണ് പറഞ്ഞത്. നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ല? നിങ്ങൾ സംശയം അത് തീർക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പുല്ലിംഗമാവുമ്പോൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഉച്ചാരണം ആ എന്നിൽ അവസാനിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇവിടെ രാജു എന്ന് പറഞ്ഞ പുല്ലിംഗമാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥം വരുമ്പോൾ, ആയിരുന്നു ഉണ്ടായിരുന്നു വരുമ്പോൾ ഥ ഥി ഥേ എന്ന് പറയല് ഥ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം എന്താണ്? രാജു പുല്ലിംഗാണെന്ന് പറഞ്ഞു. പുല്ലിംഗം വരുന്ന സമയത്ത് ഉച്ചാരണം എന്തൊക്കെയായിരിക്കും? അവസാനത്തെ വാക്ക് ആ അല്ലെങ്കിൽ എന്നായിരിക്കും. ഇവിടെ ഥാലാണ് അവസാനിച്ചത്. കണ്ടോ? ഹാൽ അവസാനിച്ചതുകൊണ്ട് പുല്ലിംഗമാണ്. ഹീൽ അവസാനിച്ചതുകൊണ്ട് സ്ത്രീലിംഗമാണ്. ഹേൽ അവസാനിച്ചതുകൊണ്ട് ബഹുവചനാണ്.
നമ്മുടെ രാജു എന്ന് പറയുന്നത് പുല്ലിംഗമല്ലേ? ആണോ? രാജു എന്ന് പറയുന്നത് രാജു എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളിവിടെ ഹായ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അതൊരിക്കലും ഇത് മാറരുത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായ മാത്രമേ മനസ്സിലായെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മള് സ്പീഡ് പോയാൽ വെറുതെ പോകും, ക്ലാസ് എടുക്കുന്നൊക്കെ വെറുതെ ആയി പോകും. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ ബച്ച എന്ന് പറയുന്ന വാക്ക് എന്താണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? പുല്ലിംഗം. ആ, പുല്ലിംഗമാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഇതിലേത് ഇതിൽ ഏതാ യൂസ് ചെയ്യല്? കറക്റ്റ് ആണ് ആൻസർ. കൺഫേം നിങ്ങൾക്ക് ഉറപ്പിക്കണം, മനസ്സിൽ ഉറപ്പിക്കണം. കറക്റ്റ് ആണ്. കാരണം എന്താണ്, ഇവിടെ ആ എന്ന ഉച്ചാരണത്തിലാണ് അവസാനിച്ചത്. ആ എന്നിവയിൽ അവസാനിച്ചാൽ എന്താണ്? അത് പുല്ലിംഗാണ്. അപ്പൊ ബച്ച ഹ എന്നിവിടെ വരണം. അതേ സ്ഥാനത്ത് ബച്ചി എന്ന് വന്നാൽ എന്തായിരിക്കും? സ്ത്രീലിംഗം. അപ്പൊ ഇതിൽ ഏതാണ് ഏതാണ് യൂസ് ചെയ്യുക? അതിന്റെ അർത്ഥം എന്തായിരിക്കും അപ്പൊ? പെൺകുട്ടി എന്ന അർത്ഥം വരും, പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അർത്ഥം വരും. പെൺകുട്ടി ആയിരുന്നു എന്നും അർത്ഥം വരും, പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അർത്ഥം വരും. കാരണം എന്താണ്? ഥ, ഹി, ഹെ എന്നീ 3 വാക്കിനും എന്താണ് അർത്ഥം വരുന്നത്? ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ ബച്ച എന്ന് പറഞ്ഞപ്പോ ഥ വന്നു. കാരണം എന്താണ്? ബച്ച എന്ന് പറഞ്ഞത് പുല്ലിംഗായിട്ടുള്ള വാക്കാണ്. ബച്ചി എന്ന് പറഞ്ഞത് ഥി വന്നു. എന്താണ് കാരണം? ഈ എന്ന് പറഞ്ഞത്, ബച്ചി എന്ന് പറഞ്ഞത് സ്ത്രീലിംഗായിട്ടുള്ള ഒരു വാക്കാണ്. ഇനി ബച്ചോം. ബച്ചോം എന്ന് വന്നാൽ എന്തായിരിക്കും? ബച്ചോം എന്ന് വന്നാൽ എന്തായിരിക്കും? ആണോ തീയാണോ ഥയാണോ? ബഹുവചനാണോ? ഓക്കെ, അപ്പൊ ഏതാണ് ഇതിൽ വരുന്നത്? ഥാണോ തീയാണോ ഥയാണോ? അതുപോലെ തന്നെ ബച്ചിയാം എന്ന് വന്നാൽ എന്തായിരിക്കും? ഥാണോ തീയാണോ ഥയാണോ? എന്തുകൊണ്ട്? അവിടെ ബഹുവചനായതുകൊണ്ട്. ബച്ചെ എന്ന് വന്നു കഴിഞ്ഞാലോ? കാരണം എന്താണ്? ബച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഹുവചന എന്ന് പറഞ്ഞാല് കാരണം എന്താണ്? അത് ദേ കൊണ്ടാണ് അവസാനിക്കുന്നത്. ഗുഡ് ആൻസർ. അതായത് എ എന്ന ഉച്ചാരണത്തിൽ അവസാനിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു ബഹുവചനമാകുമ്പോൾ 3 ഉച്ചാരണങ്ങൾ അവസാനിക്കുന്നു പറഞ്ഞിരുന്നു. എന്താണ്? ഒന്ന് ഓമിൽ അവസാനിച്ചു കഴിഞ്ഞാലും ബഹുവചനാണ്, അതുപോലെ തന്നെ യാമിൽ അവസാനിച്ചാലും ബഹുവചനാണ്, അതുപോലെ തന്നെ എ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിച്ചാലും ബഹുവചനാണ്. 3 ഇതിലും അവസാനിച്ചാലും ബഹുവചനം തന്നെയാണ്. പക്ഷെ ഓമിൽ അവസാനിക്കുന്നത് മിക്സ്ഡ് ആയി വരുമ്പോൾ, ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ്ഡ് ആയിട്ട് വരുന്ന സമയത്താണ് ഓം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ യാം എന്ന് പറഞ്ഞ പെൺകുട്ടികൾ മാത്രമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും. പെൺകുട്ടികൾ എന്ന് വെച്ച് തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? യാം എന്ന് യൂസ് ചെയ്യണം. അതാണ് യാമിന്റെ പ്രത്യേകത. പിന്നെ എ, ആൺകുട്ടികൾ മാത്രം വരുന്ന സന്ദർഭങ്ങളിൽ എ എന്നും യൂസ് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ടോ? ഹാത്തീത്തെ ആയിരുന്നു ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടോ? വേഗം എഴുതിയിട്ടുള്ളൂ. ഹാത്തീത്തെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇതൊന്ന് എഴുതിയിരിക്കുക പെട്ടെന്ന്.
എഴുതിയെടുത്തോ നിങ്ങള്? ഹലോ, Yes, sir. ഇത് കാണുന്നുണ്ടല്ലോ, ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്? Sir. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? Yes. ഓക്കെ, അപ്പൊ നമ്മളിത് പറഞ്ഞു. ഇനി നമ്മൾ മുൻപ് പോയ പോർഷനിലേക്ക് ഒന്ന് പോവുകയാണ്. കാക്കിക്ക് ആ പറഞ്ഞ സന്ദർഭം, അതിലേതാ യൂസ് ചെയ്യാ? കാ വരുമ്പോഴേ ഏതാ വരാ? കീ വരുമ്പോ ഏതാ വരാ? കെ വരുമ്പോ എന്താ വരാ? അതൊക്കെ നിങ്ങള് ഓർത്ത് വെക്കുക. കാക്കിക്ക് ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിത് അർത്ഥം എഴുതി തന്നിരുന്നു. ഇനി നമ്മൾ കുറച്ച് വേറെ എക്സ്ട്രാ അർത്ഥങ്ങൾ വരുന്ന വെച്ചാല് വഹ്. വഹ് എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം അറിയോ? വഹ് അറിയോ? അവനല്ലേ? അവൻ, അവൾ. അത് പൊതുവെ അറിയുന്ന ഒരു കാര്യം എന്താണ്? വഹ് എന്ന് പറഞ്ഞത് അവൻ, അവൾ, അത്, ആ എന്ന അർത്ഥം നമുക്കറിയാം. അതുപോലത്തെ സെയിം അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഉസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഹ് യൂസ് ചെയ്യൽ എപ്പോഴാണ്, അതുപോലെ തന്നെ ഉസ് യൂസ് ചെയ്യൽ എപ്പോഴാണ്? നമ്മൾ ഈ കാ, കീ, കെ, മേ, സെ എന്നൊക്കെ പറഞ്ഞ പ്രത്യയങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന സമയത്ത്, ഉദാഹരണം ബസ്സിന്റെ എന്ന് പറയുമ്പോൾ അവിടെ ബസ്സിന്റെ ഇന്റെ വന്നു, ഇന്റെ എന്നുള്ള പ്രത്യയം വന്നു. അതുപോലെ തന്നെ അവന്റെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ എന്നൊക്കെ. അങ്ങനെ ഇന്ത്യയുടെ, ഉള്ളാലെ, മേ, സെ അങ്ങനത്തെ പ്രത്യയങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉസ് എന്നുള്ള സംഭവമാണ് എന്താ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, അവനിൽ എന്ന് പറയുമ്പോൾ അവൻ, അവിടെ ഇൽ എന്ന വാക്ക് വരണം. എന്താണ്? അവനിൽ. ഇവിടെ എഴുതുന്നുണ്ടാണ് അവനിൽ. ഇവിടെ അവൻ എന്നുള്ള വാക്ക് നമുക്ക് അറിയാം, എന്താണ്? വഹ് എന്നാണ്, അതുപോലെ തന്നെ ഉസ് എന്നാണെന്ന് അറിയാം. പക്ഷെ ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് അടുത്ത വാക്ക് നോക്കണം. ഇൽ. ഇൽ എന്നുള്ള പ്രത്യയം അവിടെ വന്നു. ഇൽ നമ്മൾ ഹിന്ദിയിൽ ഏത് വാക്കാണ് പഠിച്ചത്? ഇൽ എന്നുള്ള അർത്ഥം വരുന്ന ഹിന്ദിയിലെ വാക്ക് ഏതാണ്? കേൾക്കുന്നുണ്ടോ കുട്ടികളെ? Yes, sir. ഇൽ എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് ഏതാ ഹിന്ദിയിലുണ്ട്? ഓക്കെ, ഇൽ എന്ന് വരുന്ന വാക്ക് ഹിന്ദിയിൽ മേ. മേ എന്ന് പറഞ്ഞ ഇൽ എന്ന അർത്ഥം വരുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് വാക്കുകൾ എഴുതി തന്നത്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇൽ. ഇങ്ങനെ ഇൽ എന്നുള്ള പ്രത്യയം വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ വഹ്, ഉസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉസ് ആണ് ഉപയോഗിക്കുന്നത്. ഉസ് മേ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവനിൽ എന്ന അർത്ഥം വരും. വഹുമേന്ന് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കില്ല. വഹു വരുന്നത് ചില സന്ദർഭങ്ങൾ മാത്രമാണ്. അത് എപ്പോഴാന്ന് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇത് മനസ്സിലാക്കി എന്താണ് ഒരു ഈ മേ, സേ, അതുപോലെ തന്നെ തക്ക്, കാക്കിക്ക് അങ്ങനത്തെ വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഉസ് എന്ന് പറയുന്നത് ഈ വാക്കാണ്. ഉസ് എന്ന് പറയുന്ന ഈ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഓക്കെ. അപ്പൊ ഇതില് ഒന്നുകൂടി പറയാണ്, ഇത് രണ്ടിന്റെ അർത്ഥം വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ, അവൾ, അത്, ആ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോ അവന്റെ എന്ന് പറയുമ്പോഴും അവളുടെ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അങ്ങനത്തെ ഈ മേ, സേ, തക്ക് അങ്ങനത്തെ പ്രത്യയങ്ങൾ ഇൽ നിന്ന്, കൊണ്ട്, മുതൽ, ഇന്ത്യയുടെ, ഉള്ളാല് എന്നൊക്കെ പറയുന്ന അർത്ഥങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ എന്ത് ചെയ്യണം? നമ്മള് ഉസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. വഹ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, ഉസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. പക്ഷെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഉസ് എന്ന് പറയുന്ന ആ വാക്കാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. വഹ് പഠിച്ചു. ഇനി യഹ്. യഹിന്റെ അർത്ഥം എന്താണെന്നറിയോ? യഹ് എന്ന വാക്കിന്റെ അർത്ഥം
ഇവൻ, ഇവർ, ഇവൻ, ഇവൾ, 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 ഇത്, ഈ. ഇവൻ, ഇവൾ, ഇത്, ഈ. ഓക്കെ, ഗുഡ്. ഇത്, ഈ. ഇവൻ, ഇവൾ, ഇത്, ഈ എന്നാണ് യഹ് എന്ന വാക്കിന്റെ അർത്ഥം. അതേ സെയിം അർത്ഥമുള്ള മറ്റൊരു വാക്കാണ് ഇസ് എന്ന് പറയുന്നത്. ഓക്കെ, യഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടിനും സെയിം അർത്ഥാണ്. എന്താണ്? ഇവൻ, ഇവൾ, ഇത്, ഈ എന്ന് പറയുന്ന അർത്ഥാണ് വരുന്നത്. അപ്പൊ ഇതില് നമ്മൾ കഴിഞ്ഞ ഇതെടുത്തതുപോലെ തന്നെ രണ്ടാമത്തെ വാക്കായ ഇസിന്റെ കൂട്ടത്തിലാണ് ഈ കാ, കി, കെ, ഥ, ഥി, ഥെ, മേ, സെ എന്ന് പറഞ്ഞ പ്രത്യയങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഉദാഹരണം ഇവളുടെ എന്ന് പറയുമ്പോ ഇവൾ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. പക്ഷെ യുടെ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇന്റെ, യുടെ, യുള്ള അല്ലെ, കാ, കി, കെ വരുന്നു. കാ, കി, കെ വരുന്നു. ഇതില് ഈ കാ, കി, കെ എന്ന് വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഇസ് എന്ന പ്രത്യയം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇന്റെ, യുടെ, കാ, കി, കെ, ഥ, ഥി, ഥെ, മേ, സെ എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇസ് ഉപയോഗിക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ സെന്റൻസ് എന്തായി മാറും? ഇവളുടെ അല്ലെങ്കിൽ ഇവന്റെ എന്നൊക്കെ പറഞ്ഞ സന്ദർഭങ്ങളിൽ ആൺകുട്ടിയാണെങ്കിൽ ഇസ് കാ എന്നും ഇവന്റെ എന്ന് വരും. പെൺകുട്ടിയാണെങ്കിൽ ഇസ് ഈ എന്ന് വരും. ഇസ് ഈ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ഹലോ, Yes, sir. ക്ലിയർ ആയോ കുട്ടികൾ? Yes, sir. Yes, sir. അപ്പൊ ഇനി രണ്ടു മൂന്ന് വാക്ക് ഇതുപോലെ തരുന്നുണ്ട്. അതിന്റെ രണ്ടാമത്തെ ഉച്ചാരണത്തിലാണ് എപ്പോഴും രണ്ടാമത്തെ ഉച്ചാരണമായിട്ടുള്ള വാക്കിന്റെ കൂട്ടത്തിലാണ് എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തു വെക്കും. അതുപോലെ തന്നെ വേറെ അർത്ഥം വരുന്നുണ്ട്. വേ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം വരുന്നത്? വേ അറിയോ? അവർ, അദ്ദേഹം. അവർ, അദ്ദേഹം. ഓക്കെ, ഗുഡ്. അവർ, അദ്ദേഹം. അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഉൻ എന്ന് പറയുന്നത്. ഇതിലും സെയിം ആണ്. ഉന്നിന്റെ കൂട്ടത്തിലാണ്, രണ്ടാമത്തെ വാക്കുകൾ ഉന്നിന്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഈ പ്രത്യയങ്ങൾ കാ, കി, കെ, മേ, സെ അങ്ങനെ പറഞ്ഞ പ്രത്യയങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇതിലും സെയിം തന്നെയാണ്. അതുപോലെ അതേ അർത്ഥം വരുന്ന വാക്കാണ് ഏ. ഏന്റെ അർത്ഥം അറിയോ? ഇവർ, ഇവർ, ഇദ്ദേഹം. ഇദ്ദേഹം എന്നുള്ളൂ. ഇവർ, ഇദ്ദേഹം, ഇവർ. സോറി, ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ്. ഇവർ, ഇദ്ദേഹം എന്നുള്ള അർത്ഥം വരുന്നത്. ഇതിന്റെ അത് നേരെ ഓപ്പോസിറ്റ്. അവർ, അദ്ദേഹം എന്ന് പറഞ്ഞതിൽ വേ, ഉൻ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ഇവർ, ഇദ്ദേഹം എന്നതിന്റെ അർത്ഥം വരുന്നത് യെ അല്ലെങ്കിൽ ഇൻ എന്നാണ്. ഇതിലും സെയിം തന്നെയാണ്. എന്ത്? കാ, കി, കെ, മേ, സെ അങ്ങനെ പറഞ്ഞ പ്രത്യയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തേതായ ഇൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇവരുടെ എന്ന് പറയുമ്പോൾ, ഇദ്ദേഹത്തിന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ കാ എന്ന് വരും. ഇവിടെ കാ വന്നുകൊണ്ടാണ് ഇവിടെ ഇൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ, ഇദ്ദേഹത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ മേ. കണ്ടോ? ഇവിടെ മേ എന്നുള്ള പ്രത്യയം വന്നുകൊണ്ടാണ് നമ്മൾ ഇൻ എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടോ? Yes, sir. എല്ലാരും എഴുതിയോ? Yes, sir. എല്ലാവരും ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് പറയാം, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. Yes, sir. ഓക്കെ, ഇതെല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ വായിക്കുന്നുണ്ട്.
ഇനി ഇനിയാണ് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഓരോ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ സെന്റൻസിലേക്ക് കിടക്കാം. ഇനിയാണ് സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അവളുടെ എന്ന് വരുമ്പോഴേ എങ്ങനെയാ വരാ? നിങ്ങൾ പറയാ, ആൻസർ പറയാം. അവളുടെ. പെട്ടെന്ന് സ്പീഡ്. അവളുടെ. वह की उसकी ഉസ്കി വഹ്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അവളുടെ എന്ന് പറയുമ്പോൾ അവൾ എന്ന വാക്കിന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? അവൾ. വഹ് എന്നുണ്ട്, അതുപോലെ തന്നെ ഉസ് എന്നുണ്ട്. ഇത് രണ്ടും അവൾ എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നു. പക്ഷെ ഇവിടെ യുടെ വന്നിട്ടുണ്ട്. യുടെയൊക്കെ അർത്ഥം എന്താണ് വരുന്നത്? ക, കി, കെ. ക, കി, കെ. യുടെ എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വഹ് ഉസ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ വാക്കിന്റെ അവസാനം എന്താ നോക്കുക, എന്താണ്? യുടെ എന്നുള്ള പ്രത്യയം കൂടി അതിൽ വരുന്നുണ്ട്. ആ പ്രത്യയം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തെയും യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഉസ് എന്ന് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്ന് വരും? ഉസ്. അവളുടെ. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കാ, കി, കെ എന്നിവയിൽ ഏത് യൂസ് ചെയ്യണം? ഈ എന്നുള്ള പ്രത്യയം യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞത് സ്ത്രീലിംഗം വരുമ്പോൾ ഈ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ എന്ന് യൂസ് ചെയ്യണം. അപ്പൊ അവളുടെ എന്ന് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്? ഉസ് കി എന്ന് പറയുന്നത് അവളുടെ ആൻസർ. ഇനി അവന്റെ ആണെങ്കിൽ എങ്ങനെ വരും ഇതിന്റെ ആൻസർ? അവന്റെ എങ്ങനെ വരും? उसका ഉസ്ക. ഉറപ്പാണോ? yes sir ഓക്കെ, ഉസ്ക കറക്റ്റ് ആണ് ആൻസർ. കാരണം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വഹ് എന്ന് പറഞ്ഞാലും ഉസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അർത്ഥം. പക്ഷെ അതിന്റെ കൂടെ പ്രത്യയങ്ങൾ വരുന്ന ശ്രദ്ധിക്കാം. പ്രത്യയങ്ങൾ പറയുന്ന കാക്കിക്ക്, മേസ് എന്നൊക്കെ പറഞ്ഞ പ്രത്യയങ്ങൾ വരുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഉസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഉസ് ഇവിടെ വരും. അതിന്റെ കൂട്ടത്തില് ഈ വാക്ക്, ഈ അവൻ എന്ന് പറഞ്ഞ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ക എന്ന് ഉപയോഗിക്കണം. ഉസ്ക എന്നായി മാറും. ഇനി അദ്ദേഹത്തിലുള്ള എങ്ങനെ വരും? ഇതിന്റെ അർത്ഥം എങ്ങനെ വരും? അദ്ദേഹത്തിലുള്ള. അദ്ദേഹത്തിലുള്ള എങ്ങനെ വരും? എങ്ങനെ വരാം? നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അദ്ദേഹം എന്നുള്ള വാക്ക് ഏതാണ് നോക്കണം. അദ്ദേഹം എന്ന് പറയുന്നത് വേ എന്നുണ്ട്, അതുപോലെ തന്നെ उन ഉൻ എന്നുണ്ട് അല്ലേ? അപ്പൊ ഇതില് നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൽ പ്രത്യയം വന്നിട്ടുണ്ട്. ലുള്ള. കണ്ടോ? യുള്ള എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. കാക്കിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് വരുന്നുണ്ട്. ഇന്റെ, യുടെ, യുള്ള. യുള്ള എന്ന അർത്ഥം വരുന്നുണ്ട്. അർത്ഥം ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ്? അദ്ദേഹത്തിലുള്ള. യുള്ള എന്ന അർത്ഥം വരുന്നുണ്ട്. അപ്പൊ അതാദ്യം നിങ്ങൾ നോട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേ ആണോ അതോ ഉന്നാണോ യൂസ് ചെയ്യേണ്ടത്? उन्ने ഉൻ. അതിന്റെ ആൻസർ എന്തായിരിക്കും? ഉൻ. उनके ഉൻ. उनके ഉൻ കെ. ഇവിടെ കെ ആണ്. കാരണം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു ബഹുവചനം. ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിലധികം എന്ന് പറഞ്ഞത് മാത്രമല്ല, ഒരാളെ ബഹുമാനിച്ച് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ബഹുവചനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം വലിയ വലിയ വ്യക്തികളെ നമ്മള് ബഹുമാനപൂർവ്വം വിളിക്കുമല്ലോ. ആ സമയത്തൊക്കെ നമ്മള് എ എന്നുള്ള ഉച്ചാരണം, അതായത് കെ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സംശയമില്ലല്ലോ ആ ഭാഗം? no sir ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താ വന്നത്? ഉൻ കെ എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിലെ എന്നെങ്ങനെ വരും? ഇദ്ദേഹത്തിലെ എങ്ങനെ വരും? ഇദ്ദേഹത്തിലെ എങ്ങനെ വരും? इनके ഇൻകെ. അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം നമുക്ക്. ഇൻകെ. ഇവിടെ
ഇദ്ദേഹം എന്നുള്ള വാക്കിന് രണ്ടർത്ഥം വരുന്നുണ്ട്. എന്താണ്? എ എന്നും വരുന്നുണ്ട്, ഇൻ എന്നും വരുന്നുണ്ട് അല്ലേ? എ എന്നും വരുന്നുണ്ട്, ഇൻ എന്നും വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ പ്രത്യയം വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഇൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ പ്രത്യയം ഉണ്ട്. എവിടെ? ലെ എന്ന് പറഞ്ഞത് ഒരു പ്രത്യയാണ്. കാക്കിക്കെ എല്ലയില് കാക്കിക്കെ ഇന്റെ യുടെ യുള്ള ലെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ പ്രത്യയം വന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മളിവിടെ ഇൻ എന്ന് എഴുതിയത്. ഇൻ കെ. കറക്റ്റ് അല്ലേ ആൻസർ? ഇത് ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഈ ഒരു ഐഡിയ നിങ്ങൾ എന്തായാലും മറക്കരുത്. ഇത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിൽ ഒരുപാട് ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കാം. സ്വന്തമായിട്ട് വെറുതെ ഓരോ സെന്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുണ്ടാവില്ല, പത്രത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് മലയാളത്തിൽ എഴുതിയിരിക്കുക, അല്ലെങ്കിൽ ഒരു കഥയോ എന്തുവാണെങ്കിൽ നിങ്ങൾ എഴുതിയിരിത്തിട്ട് അത് ഇതുപോലെ ഹിന്ദിയിൽ എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ഇന്ത്യയുടെ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം, ഒരാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് മെനക്കെട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ വന്ന് നിങ്ങൾ സുഖമായിട്ട് പിന്നെ എഴുതാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ അർത്ഥം പഠിക്കല്ലോ. ആ അർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കും. ഇതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും വരുന്നുണ്ട് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമർ കംപ്ലീറ്റ് ആകും. നമുക്ക് ഇത് ആദ്യം ഒന്ന് ബൈ ഹാർട്ട് കാണാപ്പാടാക്കണം. ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത് ഓർത്തിരിക്കണം, ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങൾ ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിന്റെ സെയിം കണ്ടീഷൻസ്, കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയോ? ക്യാ, കബ്, കോൻ, കൈസെ അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ അറിയോ? ഹലോ, കേൾക്കുന്നുണ്ടോ കുട്ടികളെ? Yes, sir. Yes, sir. എന്താണ് അർത്ഥം വരുന്നത്? എന്ത്? എന്ത്. കബ് എന്ന് പറയുന്നത് എപ്പോൾ. കൈസെ എങ്ങനെ. ക്യോം എന്തുകൊണ്ട്. എന്തുകൊണ്ട്. കോൺ. ഇത് എഴുതിയെടുക്കുക പെട്ടെന്ന് കേട്ടോ, ഞാൻ എഴുതുന്ന കൊടുത്ത് തന്നെ എഴുതിയെടുക്കാം. ക്യാ എന്ന് പറഞ്ഞ എന്ത്, കബ് എന്ന് പറഞ്ഞ എപ്പോൾ, കൈസ എന്ന് പറഞ്ഞ എങ്ങനെ, ക്യോം എന്ന് പറഞ്ഞ എന്തുകൊണ്ട്, കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, കോയ്. കോൻ. കോൻ എന്ന് പറഞ്ഞാല് ആര്, അതുപോലെ തന്നെ ഏത് എന്ന അർത്ഥം വരുന്നുണ്ട്. കോൻ സെയിം അർത്ഥം, അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് കിസ് എന്ന് പറയുന്ന വാക്ക്. അതായത് കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം അർത്ഥം വരുന്നതാണ്. ആര്, ഏത് എന്നാണ് അർത്ഥം വരുന്നത്. കോൻ എന്ന് വന്നു കഴിഞ്ഞാല്, അതുപോലെ തന്നെ കിസ് എന്ന വാക്ക് വന്നു കഴിഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. അതെന്താണ്? ആര്, ഏത് എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ എടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ഇത് രണ്ടെണ്ണത്തില് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതായത് എപ്പോഴും എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ പ്രത്യയങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞെന്താണ്, പ്രത്യയങ്ങൾ വരുന്ന സന്ദർഭത്തിൽ രണ്ടാമത്തെ വാക്കായിട്ടുള്ള കിസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, ആരുടെ എന്നുള്ള ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ, ആരുടെ, ഞാൻ ജസ്റ്റ് ഇത് മുകളിലേക്ക് എഴുതുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തല്ലേ മുകളിലെ ഭാഗം? ഇതെല്ലാം എഴുതി കഴിഞ്ഞല്ലേ? Yes, sir. ഓക്കെ, ജസ്റ്റ് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള അടുത്ത ഭാഗം നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൻ, അതുപോലെ തന്നെ കിസ്. ഈ രണ്ടിന്റെ അർത്ഥം വരുന്നത് ആര്,
ഏത് എന്നുള്ള ഭാഗമാണ്. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര് ഏത് എന്നാണ് അർത്ഥം, കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര് ഏത് എന്നാണ് അർത്ഥം. പക്ഷെ ആരുടെ എന്ന് വരുമ്പോൾ ഒരു പ്രത്യയങ്ങൾ കൂടി വരുമ്പോൾ, യുടെ എന്നുള്ള പ്രത്യയം കൂടി വരുമ്പോൾ ഇത് രണ്ടെണ്ണത്തിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കിസ് ആണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ്? കിസ് ആരുടെ. യുടെ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ വരുന്നത്? ഇന്റെ യുടെ യുള്ളാലെ കാക്കീക്കെ, കാ കി കെ, ഇന്റെ യുടെ യുള്ളാലെ എന്ന അർത്ഥം വരുന്നു. അപ്പൊ യുടെ എവിടെ വന്നു? കിസ് കാ, ആരുടെ. അത് ആൺകുട്ടിയാണെങ്കിൽ കിസ്ക എന്നും പെൺകുട്ടിയാണെങ്കിൽ കിസ് കി എന്നും, ബഹുവചനമാണെങ്കിൽ അതായത് അത് നമ്മൾ ചോദിക്കുന്ന ആള് ആൺകുട്ടിയാണെങ്കിൽ കിസ്ക എന്നും ചോദിക്കുന്ന ആള്, പെൺകുട്ടിയാണെങ്കിൽ കിസ്കി എന്നും, ചോദിക്കുന്നത് നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കുറിച്ചാണെങ്കിൽ അതെന്തരും കിസ് കെ എന്നും വരും. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ രണ്ടർത്ഥമാണ് പറഞ്ഞത്? ഓൻ കിസ്. ഓൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര് ഏത് എന്നാണ് അർത്ഥം. കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആര് ഏത് എന്നാണ് അർത്ഥം. പക്ഷെ ഈ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് കാക്കി കെ, മേ, സേ എന്നൊക്കെ പറഞ്ഞ പ്രത്യയങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഈ കിസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഉദാഹരണം ഇവിടെ പറഞ്ഞ എന്താണ്? ആരുടെ എന്നുള്ള ഒരു വാക്ക് ഉദാഹരണം പറഞ്ഞു. അതിന്റെ ഹിന്ദിയാണ് നമ്മൾ എഴുതിയത്. എന്താണ്? കിസ്ക, കിസ്കി, കിസ്കെ. ഇത് മൂന്നെണ്ണം വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ആരുടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ആൺകുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ ആരുടെ പേനയാണ് എന്നൊരു ആൺകുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കിസ്ക എന്ന് ഉപയോഗിക്കണം. ആരുടെ പേനയാണ് എന്ന് നമ്മൾ ഒരു പെൺകുട്ടിയോടാണ് ചോദിക്കുന്നതെങ്കിൽ കിസ്കി എന്ന് ചോദിക്കണം. ആരുടെ ഇതാണെന്ന് പറയുന്നത് ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ചോദിക്കണമെങ്കിൽ കിസ്കെ എന്നും നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, ക്ലിയർ ആയ ഈ ഭാഗം? ഓക്കെ. പക്ഷേ സമയം കഴിഞ്ഞോ? ടൈം ആയിട്ടുണ്ട്. ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാ, ഈ ഇത്ര എടുത്തിട്ടുള്ള ഭാഗം വരെ